14th മുതലാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 16-ന് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കാം. 21-ാം തീയതി മുതൽ MBBS BDS പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. കിട്ടിയ കോളേജ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് നടത്തി റൗണ്ട് 2-ലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാവുന്നതാണ്. ആദ്യം തുടങ്ങുക ഓൾ ഇന്ത്യ കൗൺസിലിംഗ് തന്നെയാണ്. അതിനുശേഷം പിന്നാലെ നമുക്ക് സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ് പ്രോസസ് ആരംഭിക്കും. ഹായ് ഓൾ, ദിസ് ഇസ് ANJ ഫ്രം RKNext. സോ അലോട്ട്മെന്റ് പ്രോസസ്, നീറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നു, റാങ്ക് ഒക്കെ അറിഞ്ഞു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അലോട്ട്മെന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്ന് വരെയായിരിക്കും നടക്കുക, എത്ര ഘട്ടങ്ങളായിരിക്കും അലോട്ട്മെന്റിലുള്ളത്, ഏത് വെബ്സൈറ്റ് വഴിയായിരിക്കും രജിസ്ട്രേഷൻ നടത്തേണ്ടത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് ആദ്യ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുക, ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ +1-ലൊക്കെ അപ്ലൈ ചെയ്തതിലും കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ് നീറ്റിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. അപ്പൊ ഇന്ന് നമ്മൾ MBBS-ന്റെയും BDS-ന്റെയും അലോട്ട്മെന്റ് പ്രോസസ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മക്കൾ മനസ്സിലാക്കേണ്ടത് അലോട്ട്മെന്റ് പ്രോസസ്സ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആൻഡ് രണ്ടാമത്തത് സ്റ്റേറ്റ് കൗൺസിലിംഗ്. നിങ്ങൾ ഇനി കൗൺസിലിംഗ് എന്നുള്ള ഒരു വേർഡ് ആയിരിക്കും, ആ ഒരു ടേം ആയിരിക്കും നിങ്ങൾ കേൾക്കുക. അലോട്ട്മെന്റിനെയാണ് കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണിത്, സ്റ്റേറ്റിന്റെ അലോട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് കൗൺസിലിംഗ്. ഓക്കെ, ഇനി രണ്ട് വെബ്സൈറ്റുകൾ നമുക്ക് പരിചയപ്പെടണം. നിങ്ങൾക്ക് എക്സാം നടത്തിയത്, നീറ്റ് എക്സാം നടത്തിയതും നിങ്ങളുടെ റിസൾട്ട് വന്നതും ഒക്കെ NTA-യുടെ സൈറ്റിലാണ് അല്ലെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഇനി അലോട്ട്മെന്റ് പ്രോസസ് നടക്കാൻ പോകുന്നത് വേറെ രണ്ട് സൈറ്റിലാണ്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടക്കാൻ പോകുന്നത് MCC-യുടെ സൈറ്റിലായിരിക്കും. MCC. ഓക്കെ, അപ്പൊ mcc.nic.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്ത് വെറുതെ ക്രോം എടുത്ത് MCC അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് സ്റ്റേറ്റ് കൗൺസിലിംഗ്, ഓരോ സ്റ്റേറ്റിനും ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ട്. കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക CEE-യുടെ വെബ്സൈറ്റിലായിരിക്കും, കേരള എൻട്രൻസ് കമ്മീഷണറുടെ സൈറ്റിലായിരിക്കും. അപ്പൊ ഇവിടേക്ക് നമ്മൾ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കും, നമ്മുടെ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അലോട്ട്മെന്റ് പ്രോസസ്. ഇത് നടക്കാൻ പോകുന്നത് രണ്ടാമതായിട്ടാണ്. ആദ്യം ചെയ്യേണ്ടതും നിങ്ങൾ കാത്തിരിക്കേണ്ടതും ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ കൗൺസിലിംഗിന് വേണ്ടിയിട്ടാണ്. അതാണ് ആദ്യം നടക്കാൻ പോകുന്നത്. ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. ഇനി എന്താ ഓൾ ഇന്ത്യ, എന്താ സ്റ്റേറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. ഇനി ഏതൊക്കെ കോളേജ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ MCC ഓൾ ഇന്ത്യ കൗൺസിലിംഗ് പ്രോസസ് നടക്കാൻ പോകുന്നത്, ഏതൊക്കെ കോളേജുകളിലായിരിക്കും, അതിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് അറിയണ്ടേ? യെസ്, എയിംസ് കോളേജുകൾ, ഇന്ത്യയിൽ ഒട്ടാകെ വരുന്ന 20 എയിംസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എയിംസ് ഡൽഹി നിങ്ങൾ കേട്ടിരിക്കല്ലേ, എയിംസ് മധുരയുണ്ട്. എയിംസ് ഡൽഹി എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് നിയർലി 47 ആണ്. അത്രയും ടഫ് കോമ്പറ്റീഷൻ നടക്കുന്ന ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ് ഡൽഹി. ഓക്കെ, അതേപോലെ എയിംസ് ഡൽഹി പോലത്തെ 20ഓളം എയിംസ് കോളേജുകൾ ഇവിടേക്ക് MCC-യുടെ സൈറ്റിൽ നിങ്ങൾക്ക് മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റിയുടെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രകാരമാണ് അഡ്മിഷൻ കിട്ടുക. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, QET എക്സാം എഴുതിയ ആൾക്കാരാണ് നിങ്ങൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇങ്ങനത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും MCC ആണ് അലോട്ട്മെന്റ് നടത്തുക. അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആണ്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 85% സ്റ്റേറ്റ് റിസർവ്ഡ് ആണ്. രണ്ടിലും MCC തന്നെയാണ് അലോട്ട്മെന്റ് നടത്തുക. ദെൻ ജിപ്മർ, ഇന്ത്യയിലെ 2 ജിപ്മർ കോളേജുകൾ, ആ 2 ജിപ്മർ കോളേജുകളിലും MCC ആണ് അലോട്ട്മെന്റ് നടത്തുക. AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ആണ്. അപ്പൊ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ വേണമെങ്കിലും നിങ്ങൾ നമ്മുടെ MCC-യുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തേ മതിയാകൂ. MCC നിങ്ങളുടെ ഡേറ്റയും കാര്യങ്ങളും AFMC-ക്ക് ഹാൻഡ് ഓവർ ചെയ്യും. AFMC-യുടെ കൗൺസിലിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റും ഇന്റർവ്യൂവും ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AFMC-യിൽ പോകേണ്ടവരും എവിടെ രജിസ്റ്റർ ചെയ്യണം? നമ്മളുടെ MCC-യിൽ രജിസ്റ്റർ ചെയ്യണം. നെക്സ്റ്റ് വൺ, ഗവൺമെന്റ് കോളേജുകളുടെ 15% സീറ്റ്. കേരളം അല്ലെങ്കിൽ കർണാടക, തമിഴ്നാട്, ഇവിടെയൊക്കെ എന്തുണ്ട്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉണ്ടല്ലേ. ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയൊക്കെ 85% സീറ്റ് സ്റ്റേറ്റ് റിസർവ്ഡും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡുമാണ്. ഓക്കെ, കാലിക്കറ്റിലെ മുഴുവൻ സീറ്റുകളുടെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പോകും. ഇപ്പോൾ ഒരു കോളേജിൽ ടോട്ടൽ 100 സീറ്റുകളാണുള്ളത്. അതിൽ 85 സീറ്റുകളിലേക്ക് ആ സ്റ്റേറ്റ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരു കോളേജിൽ 100 സീറ്റാണ്. ആ 100 സീറ്റിൽ 85 സീറ്റ് ആർക്കാണ്? കേരളത്തിലെ കുട്ടികൾക്കാണ്.
ഓക്കെ, ബാക്കി വരുന്ന 15 സീറ്റുകളോ, ആ 15 സീറ്റുകളിലേക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ കുട്ടിക്കും അപ്ലൈ ചെയ്യാം. കേരളത്തിലെ കുട്ടിക്ക് പോവാം, തമിഴ്നാട്ടിലെ കുട്ടിക്ക് പോവാം, കർണാടകയിലെ കുട്ടിക്ക് പോവാം. അതിനെയാണ് നമ്മൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ എന്ന് വിളിക്കുന്നത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടുത്തെ സീറ്റുകളിലെ 15% നിങ്ങൾക്ക് പോവാം, കർണാടകയിലെ കുട്ടിക്ക് പോവാം. ഓക്കെ, അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് വഴിയാണ് നടത്തുന്നത്. അതുവഴിയാണ് സീറ്റ് ലഭിക്കുക. ആ സീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ MCCയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം നടക്കാൻ പോകുന്ന അലോട്ട്മെന്റ് ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലേക്കുമായിരിക്കും. ഓക്കെ, ദെൻ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് കോളേജുകളുണ്ട്. ഇപ്പൊ അമൃത മെഡിക്കൽ കോളേജ്, അമൃത ഇതിന്റെ ഒന്നും ലിസ്റ്റിൽ വരുന്നതല്ല അല്ലേ, നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റിൽ ഒന്നും വരുന്നതല്ല. ഇറ്റ്സ് എ ഡീംഡ് യൂണിവേഴ്സിറ്റി. വളരെ ഉയർന്ന ഫീസാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലുള്ളത്. അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിലും MCCയിൽ രജിസ്റ്റർ. നെക്സ്റ്റ് വൺ ESI കോട്ടയാണ്. ESI കോട്ട, അതായത് ESI കോളേജുകളുണ്ട് ഇന്ത്യയിലൊട്ടാകെ. ഈ ESI കോളേജുകളുടെ 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് വഴിയാണ് അവിടേക്ക് അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക, അവിടേക്ക് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുക. യെസ്, ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിനെ പറ്റി പറയാനുള്ളത്. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക. ഇനി എന്ന് മുതലാണ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക? കഴിഞ്ഞ വർഷം June 4 റിസൾട്ട് വന്നത്. എന്നാൽ നിങ്ങൾക്ക് അറിയാം, നീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ അധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റീനീറ്റ് കണ്ടക്ട് ചെയ്യണമെന്നും കുറെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ വന്നു, റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ലെങ്തി ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രോസസ്. എനിവേ, അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14 ഓഗസ്റ്റിനാണ്. 14 ഓഗസ്റ്റിനാണ് അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി 14 മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ആൻഡ് 16-ാം തീയതിയാണ് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. 14 മുതൽ 20 വരെയാണ് രജിസ്ട്രേഷൻ ഉള്ള സമയം. അതിൽ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആവശ്യമായ ചോയ്സ് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ കോളേജുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി അറിയാം. ഈവൻ നിങ്ങൾ +1 പോയപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും അതിന്റെ കോഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൊടുക്കും. അതേപോലെ വളരെ ശ്രദ്ധിച്ച്, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ് ഇതിന്റെ ചോയ്സ് ഫില്ലിംഗ് അല്ലെങ്കിൽ ചോയ്സ് ലോക്കിംഗ് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടതെന്ന്. എനിവേ, 16-ാം തീയതി മുതൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. 21-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ഇതിന്റെ അലോട്ട്മെന്റിന്റെ പ്രോസസ്സിംഗും കാര്യങ്ങളും നടക്കുന്നത്. 23-ാം തീയതി, ഓഗസ്റ്റ് 23 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഓക്കെ, റൗണ്ട് 1-ന്റെയാണ്. 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെയായിരുന്നു കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ്. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി, 4 സ്റ്റേജുകളാണ് അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ളത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4. റൗണ്ട് 4-നെ നമ്മൾ സ്ട്രേ വേക്കൻസി റൗണ്ട് എന്നാണ് വിളിക്കുക. നിങ്ങൾ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്നൊക്കെ +1 കേട്ടിരിക്കും. സിമിലർലി അതേപോലെ പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് ചോയ്സ് ഒക്കെ ഫില്ല് ചെയ്യേണ്ട ഒരു റൗണ്ടാണ് സ്ട്രേ വേക്കൻസി റൗണ്ട്. ഓക്കെ, മേജർ ആയിട്ട് അപ്പോൾ 3 ഘട്ടങ്ങളാണ് നമ്മൾ പറയുക. 4-ാമത്തെ ഘട്ടത്തെ, 4th റൗണ്ടിനെയാണ് സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് വിളിക്കുക. ഇത് റൗണ്ട് 1-ന്റെ കാര്യമാണ്. അപ്പൊ റൗണ്ട് 1 എന്നാ സ്റ്റാർട്ട് ചെയ്തത്? ഓഗസ്റ്റ് 14-നാണ് സ്റ്റാർട്ട് ചെയ്തത്. 13th വരെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടന്ന റൗണ്ട് 1 എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 30-നാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്, വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ് അലോട്ട്മെന്റ് പ്രോസസ്. യെസ്, അപ്പൊ റൗണ്ട് 1-നും റൗണ്ട് 2-നും ഒക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ റൗണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കേണ്ടത് റൗണ്ട് 1-ന്റെ പ്രത്യേകത, അലോട്ട്മെന്റ് കിട്ടിയവരും കിട്ടാത്തവർക്കും ഒക്കെ ഉള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഓൾ ഇന്ത്യ കോട്ടയുടെ മാത്രം പ്രത്യേകതയാണ്, സ്റ്റേറ്റിന്റെ പ്രത്യേകതയല്ല. ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 1-ൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ എക്സിറ്റ് അടിക്കാം. നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾ ആ കോളേജിൽ ചേരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഫ്രീ എക്സിറ്റ് അടിച്ച് റൗണ്ട് 2-ലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? പക്ഷെ സ്റ്റേറ്റിന് ഒരിക്കലും അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇല്ല. ആ ഒരു വ്യത്യാസം കൗൺസിലിംഗിന്റെ ടൈമിൽ നാം അത് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് പറഞ്ഞു തരും. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. റൗണ്ട് 1 നടക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമായ ചോയ്സ് കാര്യങ്ങളൊക്കെ കോളേജുകളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ ബേസിൽ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കും. കിട്ടിയ കോളേജ് ഇഷ്ടമാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രഡേഷന് കൊടുക്കാം. നെക്സ്റ്റ് കോളേജിലേക്ക് അപ്ഗ്രഡേഷന് കൊടുത്ത് 2nd റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജ് ആണെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാം. അഡ്മിഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 2nd റൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് റൗണ്ട് 1.
റൗണ്ട് 1 ശേഷം റൗണ്ട് 1 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് കിട്ടിയില്ല, നിങ്ങൾ റൗണ്ട് 2 പോവാണ്. അപ്പോൾ റൗണ്ട് 2 ആരംഭിക്കുന്നത് സെപ്റ്റംബർ 4 അപ്പോൾ ഓഗസ്റ്റിൽ തുടങ്ങിയ അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ 4 ആൻഡ് വെരിഫിക്കേഷൻ എല്ലാം ശേഷം റൗണ്ട് അവസാനിക്കുന്നത് സെപ്റ്റംബർ 21 ഓക്കെ. ആൻഡ് റൗണ്ട് 3 പോവാണ്. റൗണ്ട് 2 നമുക്ക് കിട്ടിയില്ല, നമ്മൾ റൗണ്ട് 3 പോവാണ്. റൗണ്ട് 3 ആരംഭിക്കുന്നത് സെപ്റ്റംബർ 25 റൗണ്ട് 3 അവസാനിക്കുന്നത് ഒക്ടോബർ 13 എത്ര ലെങ്തി പ്രോസസ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തുടങ്ങിയതാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ടും തേർഡ് റൗണ്ട് എൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. യെസ്. ആൻഡ് ലാസ്റ്റ് റൗണ്ട് എന്താണ്? സ്ട്രേ വേക്കൻസി റൗണ്ട് 4 ആണ്. റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 16 റൗണ്ട് 4 എൻഡ് ചെയ്യുന്നത് റിപ്പോർട്ടിങ്ങിനുള്ള ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ 24 അപ്പോൾ ഒക്ടോബർ 24 മുതൽ ഒക്ടോബർ 30 വരെ. അപ്പോൾ ഒക്ടോബർ അവസാനത്തോടെ ആയിരിക്കും അലോട്ട്മെന്റ് പ്രോസസ് എൻഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞത് എന്തിനെ കുറിച്ചാ? ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനെ കുറിച്ചാ. MCC നടത്തുന്ന ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി എവിടെയുണ്ട്? സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ് ഉണ്ട്, നമ്മുടെ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ട്. ആരാ നടത്തുന്നത്? കേരളത്തിന്റെ എൻട്രൻസ് കമ്മീഷണർ ആണ് നടത്തുന്നത്. സിഇയുടെ വെബ്സൈറ്റിൽ കൂടിയാണ് നടത്തുന്നത്. ഓക്കെ അല്ലേ? എന്തിന്റെ ബേസിലാണ്? കേരളത്തിന്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ്. മക്കളെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാ വന്നിരിക്കുന്നത്? ഇപ്പൊ ഞാൻ 1, 2, 3, 4, 5 വെറുതെ പറയുകയാണെ. ഇപ്പൊ 1 തമിഴ്നാടാണെന്ന് കരുതുക, 2 കേരള ആണെന്ന് കരുതുക, 3 പഞ്ചാബ് ആണ്, 4 കേരള ആണ്, എഗെയിൻ തമിഴ്നാടാണ്. വെറുതെ ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തെയും കുട്ടികളുണ്ട്. ഇതില് കേരളത്തിലുള്ളവരെ മാത്രം എടുത്തിട്ടാണ് എന്ത് നടത്തുക? കേരളത്തിന്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. കേരളത്തിലുള്ള കുട്ടികൾ. ഓക്കെ, ഈ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് കേരളത്തിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ് നടത്തുക, കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുക. അപ്പൊ കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിലെ 85 സീറ്റിലേക്കും ആരാ അഡ്മിഷൻ പ്രോസസ് നടത്തുക? കേരള എൻട്രൻസ് കമ്മീഷണർ ആണ് നടത്തുക. അതേപോലെ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 100% സീറ്റിലേക്കും അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക സിഇഇയുടെ വെബ്സൈറ്റിലൂടെയാണ്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് അഡ്മിഷൻ പ്രോസസ് നടത്തുക. ഓക്കെ, ഇനി അതെന്നാണ് സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് നോക്കാം. കേരളത്തിന്റെ കൗൺസിലിംഗ്, സ്റ്റേറ്റ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് ആണ് 21/8/2024, അതായത് ഓഗസ്റ്റ് 21 കഴിഞ്ഞ വർഷം കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ വളരെ സൂക്ഷിച്ച് മാത്രം ചോയ്സ് ഫില്ലിംഗ് നടത്തുക, ഫ്രീ എക്സിറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ മാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. യെസ്, അപ്പോൾ 21 വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി. നിങ്ങൾക്ക് MBBS-നും BDS-നും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയത് 21 ആൻഡ് 26 വരെ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. യെസ്, ആൻഡ് 27 ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. പ്രൊവിഷണൽ എന്ന് പറയാൻ കാരണം നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? യെസ്, ആൻഡ് ഫസ്റ്റ് ഫേസ് ഫൈനൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് 29/8/2024. ഇടയ്ക്ക് സ്കെഡ്യൂളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് MCCയുടെയും CEയുടെയും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആദ്യം അവരൊരു എൻഡ് ഡേറ്റ് പറയും, ദെൻ ചിലപ്പോൾ എന്തെങ്കിലും റീസൺ മൂലം അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരിക്കലും ആ ഡേറ്റ് കഴിഞ്ഞ് കാത്തിരിക്കരുത്. നിങ്ങൾ ആ ഡേറ്റിൽ തന്നെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. യെസ്, എനിവേ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമുക്ക് അലോട്ട്മെന്റിനെ പറ്റി വളരെ ബേസിക് ആയിട്ട്, വളരെ റഫായിട്ട് പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.